സാമുവേലിന്റെ ഒന്നാം പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നുള്ള 40 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. കിരിയാത്ത് യെയാറിമിലെ ആളുകൾ കർത്താവിന്റെ പേടകമെടുത്ത് ആരുടെ വീട്ടിലാണ് കൊണ്ടുപോയി സൂക്ഷിച്ചത്? ഉത്തരം അബിനാദാബിന്റെ വീട്ടിൽ. ചോദ്യം 2. അബിനാദാബിന്റെ ഭവനം എവിടെയായിരുന്നു? ഉത്തരം ഗിരിമുകളിൽ. ചോദ്യം 3. അബിനാദാബിന്റെ ഏത് പുത്രനെയാണ് കർത്താവിന്റെ പേടകം സൂക്ഷിക്കുന്നതിനായി അഭിഷേകം ചെയ്തത്? ഉത്തരം എലെയാസർ. ചോദ്യം 4. കർത്താവിന്റെ പേടകം അബിനാദാബിന്റെ ഭവനത്തിൽ എത്ര കാലം ഇരുന്നു? ഉത്തരം 20 വർഷം. ചോദ്യം 5. എലെയാസർ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം അബിനാദാബിന്റെ. ചോദ്യം 6. എലെയാസറിനെ എന്തിനു വേണ്ടിയാണ് അഭിഷേകം ചെയ്തത്? ഉത്തരം കർത്താവിന്റെ പേടകം സൂക്ഷിക്കാൻ. ചോദ്യം 7. സാമുവൽ ഇസ്രായേൽ ജനത്തോട് എങ്ങനെ കർത്താവിങ്കിലേക്ക് തിരിയാനാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ. ചോദ്യം 8. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിയണമെങ്കിൽ ആദ്യം എന്താണ് ബഹിഷ്കരിക്കേണ്ടിയിരുന്നത്? ഉത്തരം അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ചോദ്യം 9. അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് സാമുവൽ പറയുന്നത്? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് ഇസ്രായേലിനെ ആരുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് സാമുവൽ പറയുന്നത്? ഉത്തരം ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന്. ചോദ്യം 11. ഇസ്രായേൽ ജനം എന്താണ് ബഹിഷ്കരിച്ചത്? ഉത്തരം ബാലിന്റെയും അസ്താർത്തയുടെയും ബിംബങ്ങൾ. ചോദ്യം 12. സാമുവൽ ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടിയത് എവിടെയാണ്? ഉത്തരം മിസ്പായിൽ. ചോദ്യം 13. ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സാമുവൽ. ചോദ്യം 14. മിസ്പായിൽ ഒരുമിച്ച് കൂടാൻ സാമുവൽ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെട്ടത് എന്തിനാണ്? ഉത്തരം അവർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ചോദ്യം 15. മിസ്പായിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഇസ്രായേലിയർ എന്താണ് ചെയ്തത്? ഉത്തരം വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ചോദ്യം 16. മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ ജനം വെള്ളം കോരി എവിടെയാണ് പകർന്നത്? ഉത്തരം കർത്താവിന്റെ സന്നിധിയിൽ. ചോദ്യം 17. മിസ്പായിൽ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത്? ഉത്തരം ഉപവസിച്ചു. ചോദ്യം 18. സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് എവിടെ വെച്ചാണ്? ഉത്തരം മിസ്പായിൽ. ചോദ്യം 19. ഇസ്രായേൽ ജനം മിസ്പായിൽ ഒരുമിച്ച് കൂടിയ വിവരം ആരാണ് അറിഞ്ഞത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ചോദ്യം 20. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എന്താണ് ചെയ്തത്? ഉത്തരം ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ചോദ്യം 21. ഫിലിസ്ത്യർ ആക്രമിക്കാൻ പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം എങ്ങനെയാണ് പ്രതികരിച്ചത്? ഉത്തരം ഭയചകിതരായി. ചോദ്യം 22. ഇസ്രായേൽ ജനം സാമുവലിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ചോദ്യം 23. പൂരിപ്പിക്കുക. സാമുവൽ ഡാഷ് ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചു. ഉത്തരം മുലകുടി മാറാത്ത. ചോദ്യം 24. സാമുവൽ കുഞ്ഞാടിനെ എന്തായിട്ടാണ് കർത്താവിന് അർപ്പിച്ചത്? ഉത്തരം സമ്പൂർണ്ണ ദഹന ബലിയായി. ചോദ്യം 25. അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. ആര്? ഉത്തരം സാമുവൽ. ചോദ്യം 26.
ഫിലിസ്തീയർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നപ്പോൾ സാമുവൽ എന്തു ചെയ്യുകയായിരുന്നു? ഉത്തരം, ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചോദ്യം 27. ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്ന ഫിലിസ്തീയർക്കെതിരെ കർത്താവ് എന്താണ് ചെയ്തത്? ഉത്തരം, ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി. ചോദ്യം 28. ഇടിനാദം കേട്ട ഫിലിസ്തീയർക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം, സംഭ്രാന്തരായി. ചോദ്യം 29. ഇസ്രായേലിയർ ഫിലിസ്തീയരെ മിസ്പായിൽ നിന്ന് എവിടം വരെയാണ് പിന്തുടർന്നത്? ഉത്തരം, ബെത്കാർ വരെ. ചോദ്യം 30. സാമുവൽ എവിടെയാണ് കല്ല് സ്ഥാപിച്ചത്? ഉത്തരം, മിസ്പായ്ക്കും ജഷാനയ്ക്കും മധ്യേ. ചോദ്യം 31. സാമുവൽ കല്ല് സ്ഥാപിച്ച സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? ഉത്തരം, എബനേസർ. ചോദ്യം 32. എന്തു പറഞ്ഞിട്ടാണ് സാമുവൽ കല്ല് സ്ഥാപിച്ച ആ സ്ഥലത്തിന് എബനേസർ എന്ന് പേരിട്ടത്? ഉത്തരം, ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു. ചോദ്യം 33. ഫിലിസ്തീനിൽ നിന്ന് ഇസ്രായേലിന് തിരികെ ലഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം, എക്രോൺ മുതൽ ഗത്ത് വരെ. ചോദ്യം 34. സാമുവലിന്റെ കാലത്ത് ഇസ്രായേലും ആരുമായാണ് സമാധാനമുണ്ടായത്? ഉത്തരം, അമോര്യർ. ചോദ്യം 35. പൂരിപ്പിക്കുക. സാമുവൽ ഡാഷ് ഇസ്രായേലിൽ നീതിപാലനം നടത്തി. ഉത്തരം, തന്റെ ജീവിതകാലം അത്രയും. ചോദ്യം 36. സാമുവൽ വർഷം തോറും സഞ്ചരിച്ച് നീതിപാലനം നടത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, ബഥേൽ, ഗിൽഗാൽ, മിസ്പ. ചോദ്യം 37. ബഥേൽ, ഗിൽഗാൽ, മിസ്പ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച സാമുവൽ അവിടെ എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം, നീതിപാലനം നടത്തി. ചോദ്യം 38. സാമുവലിന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? ഉത്തരം, റാമായിൽ. ചോദ്യം 39. സാമുവൽ മടങ്ങിപ്പോയത് എവിടേക്കാണ്? ഉത്തരം, റാമായിലേക്ക്. ചോദ്യം 40. സാമുവൽ റാമായിൽ എന്താണ് ചെയ്തത്? ഉത്തരം, അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു. 2026 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.